കെ മാണിയുടെ നേതൃത്വത്തിൽ മധ്യ കേരളത്തിലെ വികസന മുന്നേറ്റ ജാഥ നടക്കുന്നത്. ആ ജാഥ ഇന്ന് പാലായിലെത്തിയപ്പോൾ അദ്ദേഹം ഒരു പ്രസ് കോൺഫറൻസ് നടത്തിയതായിട്ട് അറിഞ്ഞു. പ്രസ് കോൺഫറൻസ് നടത്തിയിട്ട് അറിഞ്ഞു. വികസനം എന്ത് നടപ്പാക്കാൻ കഴിയും എന്നതിലപ്പുറം ഒരു സ്ഥലത്തെ MLA കൊണ്ട് എന്തൊക്കെ ചെയ്യിക്കാതിരുത്തി എന്നാണ് അദ്ദേഹം പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായത്. പാലായിലെ ജനങ്ങൾ രാഷ്ട്രീയ പ്രബുദ്ധരാണ്. അവർക്ക് കാര്യങ്ങളെക്കുറിച്ച് നല്ല വിവരമുണ്ട്. അതുകൊണ്ട് ഒരു പ്രാവശ്യം തോക്കുമെന്ന് ജോസ് കെ മാണിക്ക് വ്യക്തമായിട്ടറിയാം. ആ ഭയത്തിൽ നിന്ന് വന്ന ഇതാണ് ഒരു മറുപടി ചോദ്യങ്ങളും ഉത്തരങ്ങളാണ് നിങ്ങളുടെ അടുത്ത് അദ്ദേഹം പറഞ്ഞത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. കളരിയമ്മക്കൽ പാലം 14 വർഷം മുമ്പ് പണിതാ. ലോകത്താരേലും അപ്രോച്ച് റോഡില്ലാതെ പാലം പണിയും. ആ അപ്രോച്ച് റോഡില്ലാതെ പണിത പാലത്തിന് വഴിയുണ്ടാക്കാനായിട്ട് അപ്രോച്ച് റോഡ് ഉണ്ടാക്കാൻ 13,29,00,000 രൂപ 2020 സാങ്ഷനായതാണ്. അത് ഓരോരോ സാഹചര്യങ്ങൾ കൊണ്ട് അത് മാറ്റി ഒരാൾ സ്ഥലം തരിക എന്ന് പറഞ്ഞപ്പോൾ തൊട്ടിപ്പുറത്തെ സ്ഥലത്തൂടെ ആ വഴി പൂർത്തിയാക്കാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ അസംബ്ലിയിൽ മുഹമ്മദ് റിയാസിനോട് ചോദിച്ചാൽ നിങ്ങളോട് അലൈൻമെൻറ്റ് മാറ്റരുതെന്ന് ആരെങ്കിലും പറഞ്ഞോ? പഴയ അലൈൻമെൻറ്റ് തന്നെ കൊണ്ടുപോകാൻ പാടുള്ളൂ. ഒരു അശരീരി നിങ്ങളോട് അങ്ങനെ പറഞ്ഞില്ലെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ചുമ്മാ ചിരിക്കുക. അദ്ദേഹത്തിന് മറുപടി പറയാനില്ല. കാരണം അതുണ്ടായ കാര്യം എനിക്കറിയാം. അതിന് പറഞ്ഞത് ചെറിയൊരു ഡീവിയേഷൻ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ പാലാ പൊൻകുന്നം റോഡ്, ആ റോഡിൽ നിന്ന് വരുന്ന പാലം അത് 90 ഡിഗ്രി സെൻറ്റിഗ്രേഡില്ല, 2 സൈഡിലേക്കും പാലാ ടൗണിലേക്കും കോട്ടയത്തേക്കും തിരിയുന്നു. അതുപോലെ അരുണാപുരം റെഗുലേറ്റർ കം ബ്രിഡ്ജ്, ഞാൻ ജലവകുപ്പിൻ്റെ സബ്ജക്ട് കമ്മിറ്റിയിലുള്ളയാളാണ്. 2020 കൃഷ്ണൻകുട്ടി ചേട്ടൻ മന്ത്രിയായിരിക്കുമ്പോൾ അന്ന് 19,87,00,000 രൂപയ്ക്ക് ടെൻഡർ വിളിക്കാൻ തീരുമാനമായ പദ്ധതിയാണ്. 2021 ഈ ഗവൺമെൻറ് വന്ന ശേഷം ആ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇമെയിൽ സബ്ജക്ട് കമ്മിറ്റി ഞാൻ വരുന്നില്ല. അതുകൊണ്ട് ഒരു കാര്യോട് പറഞ്ഞു, മീനച്ചൽ റിപ്പർപാലി പദ്ധതി എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ നേരം വരെ 250 കോടി രൂപയിലേറെ ഈ സർക്കാരിൻ്റെ കളഞ്ഞിട്ടുണ്ട്. ഒരു തുള്ളി വെള്ളം വന്നിട്ടില്ല. ഈ വർഷം 12 കോടി ആദ്യം വെച്ചു, പിന്നെ 5 കോടി പിന്നീട് വെച്ചു. ഇവിടെ കുറേ ഉദ്യോഗസ്ഥന്മാർ, ഇവിടെ ഒരു ഓഫീസുണ്ട്, അവർക്ക് ചുമ്മാ ശമ്പളം കൊടുക്കുക. എന്തേലും അപ്പോൾ ഞാൻ ചോദിച്ചു, പക്ഷേ ഈ വെള്ളം ഇവിടുന്ന് കൊണ്ടുവരാനാണ്, അത് മൂലമറ്റത്ത് വരുന്ന പ്രൊഡക്ഷൻ ഇരട്ടിയാക്കും. അപ്പോൾ പിന്നെ മൂവാറ്റുപുഴയും ആലുവയിലുള്ളവർക്ക് പരാതിയില്ലല്ലോ, ഉപ്പുവെള്ളം കയറും, ഈ വെള്ളത്തിൻ്റെ ഫ്ലോ കുറയുന്നത്. അപ്പം ഞാൻ 6 മാസം കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ വെള്ളം ഇടുന്നില്ല. ഒന്നുകിൽ നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യും, ഇടുക്കി ഡാമിലെ ചേറും ചെളിയും മാറ്റുക, എന്നിട്ട് ഡാം നിറഞ്ഞ് കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ഈ കാര്യത്തെക്കുറിച്ച് ആലോചിക്കാവുള്ളൂ. പ്രായോഗികമായ കാര്യങ്ങളില്ല. ഇവിടെ ഉണ്ടല്ലോ പാലായിൽ ഒരു സാധനം പണിത് വെച്ചിട്ടുണ്ട്, ലണ്ടൻ ബ്രിഡ്ജ്. ശരിക്കും അതിൻ്റെ പേര് മണ്ടൻ ബ്രിഡ്ജ് എന്ന്. 2020 പിണറായി വിജയൻ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഈ ജോസ് കെ മാണി ഞാനെല്ലാം ഉണ്ടായിരുന്നു. ആ ബ്രിഡ്ജ് ഇന്നുവരെ ആർക്കും തുറന്നു കൊടുത്തിട്ടില്ല. അവിടെ അനുവദിച്ചിട്ട് കിട്ടണം. ആറ്റിക്കൊണ്ട് പണിത് വെച്ചിരിക്കുക. AC കൂടി ഇട്ടാൽ ഒരു മഴ വന്നാൽ വെള്ളം പോകും, ഈ സ്ഥലം പോക്കാം. ഒരു വണ്ടി പാർക്കാനുള്ള സ്ഥലം ഇവിടെ ഇല്ല. ഇത്തരം പല പരിപാടികളാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. പാലാ ടൗണിലെ 2 വാർഡുകളിൽ ഒതുങ്ങുന്ന വികസന പ്രവർത്തനങ്ങളെ പാലായിൽ ശ്രീ മാണി സാറിൻ്റെ കാലത്ത് കൊണ്ടുവന്നിട്ടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞത് നിഷേധിക്കാനാവില്ല. മാണി സാറിൻ്റെ 3 പ്രാവശ്യം തോറ്റു. 3 പ്രാവശ്യം അദ്ദേഹം ചെയ്ത ഒരു പ്രവൃത്തിക്കും തടസ്സം നിൽക്കാൻ പോയിട്ടില്ല. ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ വിഘാതം സൃഷ്ടിക്കുന്നത് ജോസ് കെ മാണിയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അദ്ദേഹത്തിന് നിഷേധിക്കാൻ പറ്റില്ല.